ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ചൈതന്യ പുരുഷോത്തമൻ. അപ്പം ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ക്രിയേറ്റ്നെസ് എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നതാണ്. അപ്പോൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നത്തേതും പോലെ പറയുന്നത് പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോന് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഉണ്ട്. അതും കൂടി എനേബിൾ ചെയ്തിരിക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനടക്കം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നത്. എഴുതിയത് ലിയാമോ ഫ്ലഹേർട്ടി എന്ന വ്യക്തിയാണ്. അപ്പോൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറയുന്നൊരു ചെറിയ ഭാഗമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗിൾ ദാറ്റ് വാസ് afraid to make his first flight and how its parents guided it into action and thereby equipped it to face the challenges of life. അപ്പോൾ ചെറിയൊരു സീകളുടെ ഒരു കഥയാണിത്. പക്ഷെ അതൊരു ചെറിയ കഥയാണെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്, ചലഞ്ചസ് ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. കാരണം നിസ്സാരമായ ഒരു പ്രശ്നം വരുമ്പോഴേക്കും തന്നെ നമ്മൾ ജീവിതത്തിൽ ആകെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലേക്ക് നമ്മളിൽ ചിലരെങ്കിലും താണു പോകാറുണ്ട്. അപ്പോൾ ജീവിതം അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ചലഞ്ചസ് നിറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ആ ചലഞ്ചസ് നേരിട്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ്ഫുള്ളായിട്ട് മാറാൻ പറ്റൂ. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഒരു സീഗളിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on his ledge. എന്താ പറയുന്നത്, ഒരു യങ്, അതായത് ഒരു ചെറിയ ഒരു സീഗൾ മാത്രം എന്തായിരുന്നു, വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. ഇത് ലെഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് മുഴുവനും ഈ എന്താ പറയുക സമുദ്രത്തെ ചുറ്റപ്പെട്ടിട്ട് അതിന് നടുക്കൊരു പാറക്കഷ്ണം പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അതിനാണ് ഇവിടെ ലെഡ്ജ്, ഒരു തീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എന്താണ്, ഒരു ചെറിയ ഒരു സീഗൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടൽ കാക്ക എന്നെല്ലാം പറയാം. അങ്ങനെ ആ ഒരു കാക്ക എന്തായിരുന്നു, ആ ഒരു ജീവി അവിടെ ഒറ്റപ്പെട്ട് നിൽക്കായിരുന്നു. എന്താ കാരണം, ഹിസ് 2 brothers and his sister had already flown away the day before. അതായത് അവൻ്റെ 2 ബ്രദേഴ്സും അവൻ്റെ ഒരു സിസ്റ്ററും എന്താണ് ഓൾറെഡി അവിടുന്ന് പറന്നു പോയിരുന്നു. അവർ 2 പേരും എന്തായിരുന്നു ഓൾറെഡി അവിടുന്ന് പറന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. പക്ഷെ അവന് മാത്രം, അതായത് ആ സീഗളിന് മാത്രം എന്തായിരുന്നു അവരുടെ കൂടെ പറക്കാൻ പേടിയായതുകൊണ്ട് എന്ത് ചെയ്തു, അവൻ മാത്രം പോയില്ല. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings,
എന്താണ് അവൻ പറക്കാൻ നോക്കി, എന്താ അങ്ങ് ദൂരെ നിന്നും ഓടി വന്ന് എന്ത് ചെയ്തു, പറക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എന്താണ്, ഹി ബിക്കം എഫ്രൈഡ്. പക്ഷെ അപ്പോഴേക്കും എന്താണ്, അവന് പേടിയായി. അവൻ അവരുടെ കൂടെ പറക്കാൻ ശ്രമിച്ചിരുന്നു. അവൻ ഓടി വന്ന് ആ അറ്റത്തേക്ക് എന്ത് ചെയ്തു, ആ ലെഡ്ജിൻ്റെ ഒരു അറ്റം വരെ എന്ത് ചെയ്തു, അവന് പറന്നിട്ട് പോകാൻ വേണ്ടി അവൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ എന്തായി, അവന് പേടിയായി. The great expanse of the sea stretched down beneath, and it was such a long way down. എന്താണ്, താഴേക്ക് നോക്കുമ്പോഴേക്കും എന്താണ്, മൊത്തം സീ ആണ് അല്ലേ, മൊത്തം കടല് അല്ലേ. താഴേക്ക് നോക്കുമ്പോഴേക്കും എന്താണ്, മുഴുവനും കടലാണ്. ബിനീത്ത്, അറ്റം കാണാത്ത, എന്താണ്, ഒരറ്റത്ത് നോക്കിയാൽ പോലും നമുക്ക് കര കാണാൻ പറ്റാത്തത്ര എന്താണ്, സീ എക്സ്പാൻഡ് ചെയ്ത് അത് മുഴുവനും മൂടപ്പെട്ടിട്ട് കിടക്കാണ്. അപ്പം അത് കാണുമ്പോഴേക്കും എന്താണ്, കൂടുതൽ പേടിയാവാണ് ചെയ്തത്. ദൂരം, അതായത് ഒരുപാട് മൈൽസ് ഡൗൺ, അതാണ് പറയുന്നത്, ഒരുപാട് ദൂരെ വരെ എന്താണ്, കടൽ മുഴുവൻ ഇങ്ങനെ പരന്ന് കിടക്കാണ് ചെയ്യുന്നത്. ഹി ഫെൽറ്റ് സെർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. So he bent his head and ran away back it the little hole under ledge where he slept at night. എന്താണ്, അപ്പോൾ അവനറിയാം അവനൊന്നറിയാം, അവനൊരിക്കലും അവൻ്റെ വിങ്സ് സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ്റെ ആ ലെഡ്ജിൽ അല്ലെങ്കിൽ ആ ഇതിൽ എന്ത് ചെയ്തു, തലയും താഴ്ത്തി എന്ത് ചെയ്തു, അവിടെ തന്നെ കിടന്നു. ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു, അവൻ അവിടെ തന്നെ കിടന്നു എന്നാണ് പറയുന്നത്. Even when each of his brothers and his little sister, whose wings were far shorter than his own, അതായത് അവനറിയാം എന്താണ്, അവൻ്റെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും വിങ്സ് എന്ന് പറയുന്നത് എന്താണ്, അവനേക്കാൾ ഷോർട്ടാണ്, ചെറുതാണ്. പക്ഷെ എന്താ, അവരത് വെച്ച് എന്ത് ചെയ്തു, പറന്നുപോയി. ഹിസ് ഓൺ റാൻ ടു ദ ബ്രിങ്ക്, ഫ്ലാപ്ഡ് ദർ വിങ്സ് ആൻഡ് ഫ്ലൂ എവേ. അതെന്താ, അതും വെച്ച് അവൻ്റെ ചെറുകിനേക്കാൾ ചെറുതാണെങ്കിൽ കൂടി അവരെന്ത് ചെയ്തു, അതും വെച്ച് എന്ത് ചെയ്തു, അവർ പറന്നുപോയി. He failed to muster up courage to take that plug which appeared to him so desperate. എന്താണ്, അവർ ആ ഒരു ധൈര്യം കാണിച്ചു, അത് വെച്ച് ആ ഒരു ചിറക് വെച്ച്, കാരണം അവനേക്കാൾ ചെറുതായ ആ ഒരു ചിറക് വെച്ചിട്ട് എന്ത് ചെയ്തു, അവർ പറന്നു പോകാനുള്ളൊരു ധൈര്യം കാണിച്ചു. പക്ഷെ ഇവൻ എന്താണ്, ആ ഒരു കാര്യത്തിൽ ഫെയിൽഡ് ആയിപ്പോയി. കാരണം എന്താ, ധൈര്യമില്ലാത്തൊരു അവസ്ഥയായിപ്പോയി അവന്. His father and mother had come around calling to him shrilly, scold him, threatening to let him starve on his ledge unless he flew away, but for the life of him he could not move. എന്താണ്, ഇതിൻ്റെ പേരിൽ അവൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് ചീത്തയും വഴക്കും അവനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ധൈര്യം ഇല്ലാത്തൊരു അവസ്ഥേൻ്റെ പേരിൽ എന്ത് ചെയ്തു, അവനെ ഒരുപാട് ചീത്തയും വഴക്കും ഒക്കെ അവൻ്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നീ ഇവിടെ ഈ പറക്കാൻ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നീ ഈ ലെഡ്ജിൽ കിടന്നിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകും എന്ന് വരെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യില്ല, അവന് അതിലൊന്നും പക്ഷെ ധൈര്യം കണ്ടെത്താൻ പറ്റിയില്ല. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹീ കുഡ് നോട്ട് മൂവ്. എന്താണ്, നീ ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് എന്താണ്, ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് വരെ ആര് പറഞ്ഞു, അവൻ്റെ അച്ഛനമ്മയും പറഞ്ഞു. That was 24 hours ago. Since then nobody had come near him. എന്താണ്, അവരിവിടുന്ന് പറന്നുപോയി. എങ്ങോട്ട്, അപ്പുറത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു,
പറന്നുപോയി. അവൻ്റെ അച്ഛനും അമ്മയും 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും എന്ത് ചെയ്തു, അപ്പുറത്തേക്ക് പറന്നുപോയി. പക്ഷെ ഇവൻ മാത്രം ഇവിടെ, കാരണം പറക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു സീഗേൾ മാത്രം ഇവിടെ ആയിപ്പോയി. അപ്പോൾ അവർ പോയിട്ട് ഇപ്പോഴത്തേക്ക് എന്തായി, ഇവനിവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 24 hours കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു. പക്ഷെ എന്താണ്, അവനെ തെരഞ്ഞിട്ട് ആരും ഇവിടേക്ക് വന്നില്ല എന്നാണ് പറയുന്നത്. The day before, all day long, he had watched his parents flying about with his brothers and sisters. അതായത് അവൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവന് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, അവൻ്റെ പേരൻസിനും ബ്രദേഴ്സിനെയും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് അവൻ്റെ പേരൻസും അവൻ്റെ ബ്രദേഴ്സും ഉള്ളത്. അപ്പോൾ എന്താണ്, ആ ഒരു ദിവസം മുഴുവൻ അവൻ എന്ത് ചെയ്യായിരുന്നു, അവൻ്റെ പേരൻസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എന്താണ് വാച്ച് ചെയ്യുന്നത്, അവൻ്റെ പേരൻസ് എന്ത് ചെയ്യുന്നു, അവൻ്റെ അതായത് ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എന്താണ് ഫ്ലൈ ചെയ്യാൻ വ്യത്യസ്ത രീതിയിൽ എന്താ പരിശീലനം കൊടുക്കുന്നു, ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കായിരുന്നു എന്നാണ് പറയുന്നത്. പെർഫെക്റ്റിംഗ് ദം ഇൻ ദി ആർട്ട് ഓഫ് ഫ്ലൈറ്റ്. അതായത് എന്താണ്, അവരെ പഠിപ്പിച്ചു എങ്ങനെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കുക, അല്ലെങ്കിൽ പറക്കാം എന്ന രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചിങ് ദം ഹൗ ടു സ്കിൻ ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്. എന്താണ്, എങ്ങനെ, അപ്പോൾ ഇവരുടെ പ്രധാന ഭക്ഷണം എന്തായിരിക്കും, ഈ വേവിൽ, അതായത് ഈ കടൽ തിരമാലകൾക്കിടയിൽ പൊന്തി വരുന്ന മീനിനെ ക്യാച്ച് ചെയ്യുക, അതായത് പിടിക്കുക, അതാണ് ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിശീലനം കൊടുക്കായിരുന്നു എന്നാണ് പറയുന്നത്. ബ്രദേഴ്സിനും സിസ്റ്ററിനും എന്താണ്, എങ്ങനെ ഒരു ഫിഷിനെ പിടിക്കാം, അല്ല തിരമാലകൾക്കിടയിലുള്ള ഒരു ഫിഷിനെ എങ്ങനെ പിടിക്കാം എന്ന പരിശീലനമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് ആര് കാണുമായിരുന്നു, അകലെ ഇരുന്നുകൊണ്ട്, ആര് ഓപ്പോസിറ്റ് ഒരു ലെഡ്ജിൽ ഇരുന്നുകൊണ്ട് ആര് കാണുന്നു, ഈ സീഗേൾ കാണുമായിരുന്നു. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡിവർ ഇറ്റ്. അതായത് എന്താണ്, അങ്ങനെ ഇരിക്കുകയാണ് എന്ത് ആ ഒരു സംഭവം നടന്നത്. എന്ത്, അവൻ്റെ ഏറ്റവും ഓൾഡർ ബ്രദറായ ഒരു സീഗേൾ എന്ത് ചെയ്തു, അവിടെ ഫസ്റ്റ് ഹെറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്തി പോലത്തെ ഒരു മത്സ്യത്തിനാണ് ഹെറിങ് എന്ന് പറയുന്നത്. അതിനെന്ത് ചെയ്തു, ഫസ്റ്റ് ക്യാച്ച് ചെയ്തു, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, അങ്ങനെ പരിശീലിപ്പിച്ച് എന്ത് ചെയ്തു, അങ്ങനെ ഒരു മീനിനെ പിടിച്ചു, അതായത് ക്യാച്ച് ചെയ്തു. ആര്, ഇവൻ്റെ ഈ സീഗേളുടെ ഓൾഡർ ബ്രദർ ക്യാച്ച് ചെയ്തു. Standing on rock while his parents circled around, raising a proud crackle and all the morning. അതായത് എന്താ പറഞ്ഞേ, അങ്ങനെ എന്ത് ചെയ്തു, ഫസ്റ്റിൽ എന്ത് ചെയ്തു, ഇങ്ങനെ പരിശീലിപ്പിച്ച ഉടനെ എന്ത് ചെയ്തു, അവൻ്റെ ചേട്ടൻ, അതായത് അവൻ്റെ ഓൾഡർ ബ്രദർ എന്ത് ചെയ്തു, ഒരു മീനിനെ പിടിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് അവൻ്റെ പേരൻസ് എന്ത് ചെയ്തു, അവൻ്റെ ജ്യേഷ്ഠന് ചുറ്റും സർക്കിൾ ചെയ്ത് എന്ത് ചെയ്തു, ഒരു ആനന്ദ സൗണ്ടുകൾ പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, അവൻ്റെ ചുറ്റും പറന്ന് നടന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് വാക്ക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് plateau midway down the opposite cliff, laughing at his cowardice. അതായത് എന്താ പറയുന്നത്, ഫാമിലീസ്, അതായത് എല്ലാ മോർണിംഗിലും മോർണിംഗിൽ എന്താണ്, അവൻ്റെ പേരൻസ്, അവൻ്റെ ഫാമിലി എല്ലാം എന്താണ് അപ്പുറത്തേക്ക്, അതായത് ഒരു ഫാക്ടറി, ഒരു പീഠഭൂമി, ബിഗ് പീഠഭൂമി എന്നാണ് പറഞ്ഞത്, ഒരു വലിയൊരു പീഠഭൂമിയിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവന് മാത്രം എന്ത് ചെയ്യാൻ പറ്റിയില്ല, പോകാൻ പറ്റിയില്ല, ഇവന് മാത്രം. അപ്പോൾ അതിൻ്റെ പേരിൽ അവരൊക്കെ കളിയാക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സീഗേളിന് മാത്രം എന്ത് ചെയ്തില്ല, പോകാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ തൊട്ട് അപ്പുറത്തെ ഓപ്പോസിറ്റുള്ള ഒരു പീഠഭൂമിയിലേക്കാണ് അവരെന്ത് ചെയ്തത്, കുടിയേറിയത്, അല്ലെങ്കിൽ ചേക്കേറി പോയത്, ഭക്ഷണം തേടിയിട്ടും.
ദെൻ അടുത്ത എന്താണ്, ദ സൺ വാസ് നൗ ascending in the sky, blazing warmly on his sledge that faced the south. എന്താണ്, അപ്പോൾ സൺ, അതായത് സൂര്യൻ എന്ത് ചെയ്തു, നല്ലോണം ഉദിച്ചു. പിന്നെന്താണ്, അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് എന്ത് ചെയ്തു, കത്തി ജ്വലിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ നേരെ എന്ത് ചെയ്തു, സൂര്യൻ്റെ പ്രകാശം കൂടുതലായിട്ട് ജ്വലിക്കാൻ തുടങ്ങി. ഈ സീഗേളിൻ്റെ മുഖത്തേക്ക് എന്ത് ചെയ്തു, ആ സൂര്യൻ്റെ വെളിച്ചം എന്ത് ചെയ്തു, നന്നായിട്ട് അതിൻ്റെ ചൂടും അതിൻ്റെ പ്രകാശവും നന്നായിട്ട് ജ്വലിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഹി ഫെൽറ്റ് ദാറ്റ് ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൻ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ. എന്താണ്, അപ്പോൾ അവന് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെട്ടു ആ സീകളിൽ. എന്തുകൊണ്ട്, അതിൻ്റെ തലേ ദിവസം വരെ എന്താണ്, അവനൊന്നും കഴിച്ചില്ല. അതിൻ്റെ തലേ ദിവസം ആ ഒരു രാത്രി മുഴുവൻ എന്താണ്, അവൻ ഒന്നും കഴിച്ചില്ല എന്നാണ് പറയുന്നത്. ദെൻ ഹീ ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാർക്കൽസ് റെയിൽ അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. അപ്പോൾ ആ റോക്കിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു പീസ്, ഒരു മാംസത്തിന്, ഒരു മീനിൻ്റെ, ഒരു ചെറിയ മീനിൻ്റെ ഒരു വാലിൻ്റെ ഒരു ചെറിയ കഷ്ണം എവിടെ ഉണ്ടായിരുന്നു, ഒരു പാറയുടെ ആ ലെഡ്ജിൻ്റെ ഒരു എൻഡിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ലെഡ്ജ്, ആ ലെഡ്ജിൻ്റെ ഒരു ചെറിയ ഭാഗത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡിൽ എന്തുണ്ടായിരുന്നു, ഒരു മീനിൻ്റെ ഒരു ചെറിയ വാലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്. എന്താണ്, വേറൊന്നും, അതും കൂടി തിന്നു കഴിഞ്ഞാൽ എന്താണ്, വേറൊന്നും അവൻ തിന്നാൻ ഇനി ആ ഭാഗത്ത് എവിടെയും ഇല്ല. എല്ലാ ഭാഗത്തും എന്ത് ചെയ്തു, അവൻ തെരഞ്ഞു. പക്ഷെ എന്താണ്, ഒരു ഭാഗം പോലും അവിടെ എവിടെയും ഇല്ല എന്നാണ് പറയുന്നത്. റൂട്ടിങ് എമംഗ് ദ റഫ് ഡേർട്ട് ക്രാക്ക്ഡ് സ്ട്രോ നെസ്റ്റ് വേർ he and his brothers and sister had been natched. He even grabbed at a dried piece of eggshell. It was like eating a part of himself. അപ്പം എന്താണ്, പിന്നെ അവൻ എവിടേക്ക് പോയി, അവനും അവൻ്റെ ജ്യേഷ്ഠനും അവൻ്റെ സഹോദരിയും ജനിച്ച ആ ഭാഗത്തേക്ക്. കാരണം അവിടെ ഒരു പൊത്തുണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും, അതായത് ആ ലെഡ്ജിൻ്റെ എവിടെയെങ്കിലും ഒരു ചെറിയ ഭാഗത്തൊരു ചെറിയൊരു പൊത്തുണ്ടാവും. ആ പൊത്തിലായിരിക്കും ആര് ജനിച്ചിട്ടുണ്ടാവുക, ഇവനും ഈ സീഗേളും അവൻ്റെ 2 ബ്രദേഴ്സും അവൻ്റെ സിസ്റ്ററും ജനിച്ചിട്ടുണ്ടാവുക. ആ ഭാഗത്തേക്ക് അവൻ പോയി. എന്തിന്, അവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ആ ഭാഗത്തേക്കും കൂടി അവൻ പോയി നോക്കി. പക്ഷെ അവിടെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ, ഈ മുട്ട വിരിഞ്ഞിട്ടായിരിക്കുമല്ലോ ഇവർ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ മുട്ടയുടെ ഒരു ഭാഗം, ഒരു ചെറിയൊരു എഗ്ഗിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ അവിടെ ഉണ്ടായിരുന്നു, പുറന്തോട്. അതാണ് എഗ്ഷെൽ എന്ന് പറയുന്നത്, പുറന്തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ സീകൾ എന്ത് ചെയ്തു, ആ എഗ്ഷെല്ലിൽ പോയി ഒന്ന് ചുരണ്ടി നോക്കി, എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ആ എഗ്ഷെല്ലിൽ പോയിട്ട് ഒന്ന് ചുരണ്ടി നോക്കി. അപ്പോൾ അവൻ എന്താ തോന്നുന്നത്, ആ എഗ്ഷെല്ലിൽ ചുരണ്ടുമ്പോൾ അത് തന്നെ എന്താണ് ചുരണ്ടത്, തിന്നുന്ന പോലെ തോന്നി. കാരണം എന്താണ്, അത് അവനെ തന്നെ ഒരു നാണം കണ്ടു. കാരണം അവനവൻ്റെ, അല്ലെങ്കിൽ താൻ വന്ന ആ സ്ഥലം തന്നെ മാന്തി പറിക്കുന്ന ഒരവസ്ഥയല്ലേ, തിന്നാൻ കിട്ടാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, താൻ വന്ന ആ സ്ഥലം തന്നെ എന്ത് ചെയ്യുന്നു, ചുരണ്ടി നോക്കേണ്ട ഒരവസ്ഥ. അപ്പം അത് ഏതുപോലെ അവന് തോന്നുന്നത്, തന്നെ തിന്നുന്ന പോലെയാണ് അവന് തോന്നിയത് എന്നാണ് പറയുന്നത്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping lightly, trying to find some means of reaching his parents without having to fly. അപ്പോൾ അത് എങ്ങനെയുള്ള സ്ഥലമാണ് രണ്ടും. അപ്പോൾ ഇവൻ ഇരിക്കുന്ന ഭാഗത്ത് നിന്നും അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം. അപ്പോൾ അത്രയും ദൂരം എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് ഫ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല എന്താണ്, രണ്ടും നല്ല സ്റ്റീപ്പായിട്ടുള്ള
ഭാഗമാണ്, ചെങ്കുത്തായ രീതിയിൽ, അതായത് കുത്തനെയുള്ള ഒരു ഭാഗം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗത്താണ് അവനുള്ളത്. അപ്പുറത്തെ ഓപ്പോസിറ്റ് അവൻ്റെ പേരൻസും എങ്ങനെയാണ്, അങ്ങനെ അതേപോലെ തന്നെ ഒരു ചെങ്കുത്തായ ഒരു ഭാഗമാണ് ഉള്ളത്. പിന്നെന്താണ്, അതൊരു ചുറ്റും എന്താണ് കടലും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഭാഗത്ത് നിന്നും അവൻ്റെ ഓപ്പോസിറ്റ് അവൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ അവന് ഒരിക്കലും ഫ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് പറന്നുയരാൻ പറ്റില്ല. അതാണ് അവൻ്റെ പേടി. മാത്രമല്ല ചെങ്കുത്തായ കല്ലുകളും അല്ലെങ്കിൽ റോക്സ് അല്ലെങ്കിൽ ലെഡ്ജ് ആ ഒരു സ്ഥലമാണ് ഉള്ളത്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ sheer fall of precipitous with the sea beneath, and between him and his parents there was deep wide crack. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. എന്താണ്, അവൻ്റെ പേരൻസ് നിൽക്കുന്ന സ്ഥലവും എന്താണ് ഈ സീയും തമ്മിൽ നല്ല ഉയരമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ്, അവന് താഴേക്ക് നോക്കുമ്പോഴേക്കും എന്താണ് മുഴുവനും എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന സീയാണ് അവൻ കാണുന്നത്. അപ്പോൾ അവനെന്താണ്, അവന് പറന്ന് ഉയരണമെന്നുണ്ട്, പക്ഷേ അവൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്തണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ എന്തില്ല, അവന് പേടി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വീണ് പോയ നേരെ എന്താണ് കടലിനുള്ളിലേക്കാണ് അവൻ വീണ് പോവുക. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ പിന്നെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അവന് പോകണമെന്നുണ്ട്, പക്ഷെ എന്തില്ല, അവന് പേടിയുമാണ്. അതാണ് പറയുന്നത്. അപ്പം ഇത്രയും ആണ് ഇതിൽ ഈ ഒരു പാരഗ്രാഫിൽ മുഴുവനായിട്ടും പറയുന്നത്.